ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഒടുവിൽ കോൺഗ്രസിൻ്റെ ലിസ്റ്റായി എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. വയനാട് പരിഹരിച്ചാൽ എല്ലാം പരിഹാരമായി എന്നാണ് ഒരു കാലത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞത്. എന്നാൽ യഥാർത്ഥ പ്രശ്നം വയനാടായിരുന്നില്ല. വയനാട് പരിഹരിച്ചു കഴിഞ്ഞു, പക്ഷേ അപ്പോൾ വടകരയായി ഈ പ്രശ്നം. വടകര പ്രശ്നം എന്തെന്നാൽ അവിടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ അണിനിരത്താൻ, എതിരാളിക്ക് പോന്ന ഒരു സ്ഥാനാർത്ഥിയെ വെക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോയി. പി ജയരാജനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിക്ക് കിടപിടിക്കാൻ ഒരാളെ തപ്പി നടക്കുകയായിരുന്നു കോൺഗ്രസ്. പ്രമുഖ കോൺഗ്രസ്സുകാരെല്ലാം പുറംതിരിഞ്ഞു. അവിടെ 2 തവണ ജയിച്ച KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹവും പുറംതിരിഞ്ഞു നിന്നു. വലിയ സ്ഥാനാർത്ഥിക്ക് എതിരായി വരാൻ ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് താരതമ്യേന ബലം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥി പ്രവീൺ കുമാർ, അദ്ദേഹം വക്കീലാണ്, കെ മുരളീധരൻ്റെ അനുയായിയുമാണ്. അദ്ദേഹത്തെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കി വെച്ചത്. പക്ഷേ ആ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ പ്രതിഷേധം വന്നു. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധം വന്നു. പ്രാദേശികമായി RMP പ്രതിഷേധിച്ചു. അങ്ങനെ പ്രതിഷേധങ്ങളുടെ വലിയ ഒരു സന്ദേശ പ്രവാഹം ദില്ലിയിലേക്ക് ഉണ്ടായി. എന്തിനും പോന്ന ഒരു സ്ഥാനാർത്ഥിയെ വെക്കണം, അങ്ങനെയാണ് വടകര പിടിക്കേണ്ടത് എന്ന മട്ടിൽ RMPക്കാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ മുറവിളി കൂട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഒടുവിൽ ഒരു സ്ഥാനാർത്ഥി വന്നു. മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുന്നു. ഇന്ന് പത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി അത് മാറിയിരിക്കുന്നു. മുരളീധരൻ വടകരയിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന് വലിയ ആവേശം അത് നൽകുന്നു എന്ന് പറയുകയാണ് പത്രങ്ങളൊക്കെ. മലയാള മനോരമ കാണുക, വടകരയിൽ മുരളീധരൻ, കോൺഗ്രസിൻ്റെ അപ്രതീക്ഷിത നീക്കം. ലീഡ് വാർത്തയായാണ് മനോരമ തന്നിരിക്കുന്നത്. മനോരമ മാത്രമല്ല, ഒരു പത്രമൊഴിച്ച് എല്ലാ പത്രങ്ങളും, എല്ലാ മലയാള പത്രങ്ങളും ആ വാർത്തയാണ് ലീഡാക്കിയിരിക്കുന്നത്. ദേശാഭിമാനി ഒഴിച്ച് ആ വാർത്ത ലീഡാക്കുമ്പോൾ, എല്ലാ പത്രങ്ങളിലും ലീഡാക്കുമ്പോൾ മുരളീധരൻ എന്ന സ്ഥാനാർത്ഥിക്ക് വലിയ ഒരു അണിയിച്ചാനയിക്കൽ അവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് നാം കാണണം. വടകരയിൽ മുരളീധരൻ എന്ന വാർത്ത മനോരമ ഇങ്ങനെയാണ് തരുന്നത്. അവസാനം വരെ അനിശ്ചിതത്വത്തിലായിരുന്ന വടകര സീറ്റിൽ KPCC മുൻ അധ്യക്ഷനും K കരുണാകരൻ്റെ പുത്രനുമായ K മുരളീധരൻ MLAയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ അപ്രതീക്ഷിത നീക്കം. CPMലെ P ജയരാജനെ പോലെ മുതിർന്ന നേതാവിനെ നേരിടാൻ കരുത്തനായ സ്ഥാനാർത്ഥി വേണമെന്ന് വിലയിരുത്തിയ സംസ്ഥാന നേതൃത്വം മുരളീധരൻ്റെ പേര് ഹൈക്കമാൻഡിന് സമർപ്പിച്ചു. മണ്ഡലത്തിൽ സ്വാധീനമുള്ള മുസ്ലിം ലീഗിൻ്റെയും RMPയുടെയും പിന്തുണയും നിർണായകമായി. സംസ്ഥാന നേതൃത്വത്തിൻ്റെ ശുപാർശയ്ക്ക് ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയായി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിച്ചത്. ഇങ്ങനെ തെക്ക് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ MLA, അദ്ദേഹമാണിപ്പോൾ അങ്ങ് വടക്ക് വടകരയിൽ ചെന്ന് അവിടുത്തെ സ്ഥാനാർത്ഥിയായി തീരുന്നത്. വടക്കൻ തെക്കോട്ട് പോയ മാതിരി ഇവിടെ തെക്കൻ വടക്കോട്ട് പോയിരിക്കുന്നു. ഏതായാലും മുരളീധരൻ്റെ പേര് മുന്നോട്ട് വെച്ചത്, പിന്തുണച്ചതാരൊക്കെയാണെന്നിരിക്കട്ടെ, ആദ്യമായ അദ്ദേഹത്തെ കണ്ടെത്തി മുന്നോട്ട് വെച്ചത് സാക്ഷാൽ ഉമ്മൻചാണ്ടി തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത, സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉമ്മൻചാണ്ടിക്ക് താല്പര്യമുള്ള എല്ലാവരും സ്ഥാനാർത്ഥികളായിരിക്കുന്നു. T സിദ്ദിഖ് സ്ഥാനാർത്ഥിയായി, ബെന്നി ബെഹനാൻ ഒരു കാര്യവുമില്ല സ്ഥാനാർത്ഥിയായി. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ മുരളീധരനും ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിലാണ് അദ്ദേഹം. ഇപ്പോൾ മുരളീധരനും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ I ഗ്രൂപ്പും രമേശ് ചെന്നിത്തലയും വിസ്മൃതമാകുന്നു കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ എന്ന് വേണം നമുക്ക് കണ്ടെത്തേണ്ടി വരിക. ആ നിലയ്ക്ക് പത്രങ്ങൾ
എല്ലാം മുരളീധരനെ വാഴ്ത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്നാം പേജിൽ ലീഡ് വാർത്തയാക്കിക്കൊണ്ട് മുരളീധരന് വലിയ ഒരു എൻട്രിയാണ് പത്രങ്ങൾ നൽകിയിരിക്കുന്നത്. എല്ലാ പത്രങ്ങളും ഒന്നിച്ചങ്ങനെ പറയുമ്പോൾ എന്താണ് ഈ മുരളീധരൻ്റെ മികവ്? തെരഞ്ഞെടുപ്പ് മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജയാപജയങ്ങളുടെ നാൾ വഴി എങ്ങനെയാണ്? അതും ഒന്ന് പരിശോധിക്കേണ്ടതാണ്. മുരളീധരൻ്റെ ഇലക്ഷൻ ചരിത്രമെന്ന് പറയുന്നത് 9 തവണ അദ്ദേഹം മത്സരിച്ചു. 9 തവണ മത്സരിച്ചപ്പോൾ 5 തവണ തോറ്റു. അതായത് ഭൂരിപക്ഷ മത്സരങ്ങളിലും തോറ്റുപോയ ഒരാളാണ് മുരളീധരൻ. അടുപ്പിച്ച് 2 തവണ ഒരു മണ്ഡലത്തിൽ അദ്ദേഹം ഇതുവരെ ജയിച്ചിരുന്നില്ല. ഇപ്പോൾ വട്ടിയൂർക്കാവാണ് ആദ്യമായി അങ്ങനെ ജയിച്ചത്, 2011-ലും 2016-ലും. അതുകൊണ്ട് എപ്പോഴും ജയം പിന്തുണയ്ക്കുന്ന ഒരാളായി മുരളീധരനെ കാണേണ്ട കാര്യമേ ഇല്ല. ജയം പിന്തുണയ്ക്കുന്ന ഒരാളല്ല, 9-ൽ 5 തോൽക്കുകയാണ് അദ്ദേഹം ചെയ്തത്. മറ്റൊരു അപൂർവമായ റെക്കോർഡിന് ഉടമയാണ് ഇപ്പോൾ ഈ നിയുക്ത സ്ഥാനാർത്ഥി. 2004-ൽ വടക്കഞ്ചേരിയിൽ നിയമസഭയിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ KPCC പ്രസിഡന്റ് പദം രാജിവെച്ച് അദ്ദേഹം മന്ത്രിയായ കാലമായിരുന്നു. അങ്ങനെ മന്ത്രിയായി അദ്ദേഹം മത്സരിക്കുകയും മനോഹരമായി തോറ്റുപോവുകയും ചെയ്തു. ആ കുടുംബത്തിലെ K. കരുണാകരൻ, പത്മജ, മുരളീധരൻ 3 പേരും തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത, അത് കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2004-ലെ. ആ തെരഞ്ഞെടുപ്പിൽ 3 പേരും മുട്ടയിട്ടു. അതിൽ പ്രധാനമായും മുട്ടയിട്ടയാളാണ് നമ്മുടെ ഈ മുരളീധരൻ. അങ്ങനെ മുട്ടയിടുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മന്ത്രിയായി 6 മാസത്തിനകം തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരവസ്ഥ പലയിടത്തും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മന്ത്രിയായതിനു ശേഷം തോറ്റ ഏകയാളും ഈ മുരളീധരൻ തന്നെയാണ്. തോൽവിയിൽ 2 റെക്കോർഡാണ് അദ്ദേഹം ഒറ്റയടിക്ക് ഇട്ടത്. ആദ്യം 2006-ൽ കോൺഗ്രസിന് ശേഷം 2006-ൽ DIC-യിൽ ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റു. ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ ഉണ്ടായിട്ടും തോറ്റു. 2009-ൽ NCP ആയി അവിടെയും തോറ്റു. അങ്ങനെ അദ്ദേഹത്തിന് പറയാൻ തോൽവിയുടെ കഥകളാണ് കൂടുതൽ. 9-ൽ 5 തോറ്റു. ഇതാ ഒരിക്കൽ കൂടി തോൽക്കാനാണോ അദ്ദേഹത്തിന് ഈ ജീവിതം ബാക്കി വെച്ചിരിക്കുന്നത് എന്ന് സിനിമയിൽ പറയുന്നത് മാതിരി അദ്ദേഹം ഇപ്പോൾ വടകരയിലേക്ക് കെട്ടിയിറക്കപ്പെടുകയാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല, മറ്റൊരാളില്ലാത്തത് കൊണ്ടാണ് പോകേണ്ടി വന്നത്. മറ്റൊരാളില്ലാത്ത പാർട്ടിയായി എങ്ങനെയാണ് ഈ വലിയ ദേശീയ പാർട്ടി മാറിത്തീർന്നത് എന്നത് മറ്റൊരു കാര്യം. അങ്ങനെ വരുമ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം വിജയങ്ങളുടെ ഒരു കഥയല്ല, പരാജിതരുടെ ഒരവസാന നിലനിൽപ്പിൻ്റെ അവസാന കച്ചിത്തുരുമ്പാണ്. പത്രങ്ങളെല്ലാം ലീഡ് നിരത്തിയത് നിലനിൽപ്പിൻ്റെ ഈ അവസാന കച്ചിത്തുരുമ്പിനെ കുറിച്ചാണ്. ഏതായാലും തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എല്ലാവരും ജയിക്കുമെന്ന പ്രതീക്ഷയാണ് നിർത്തുന്നത്. ആ നിലയ്ക്ക് മുരളീധരനും ജയിക്കും എന്ന പ്രതീക്ഷ നിലനിർത്തട്ടെ. തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് ഇതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാം. മറ്റൊരു കാര്യം, MLA-മാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷം 6 MLA-മാരാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത്. അങ്ങനെ മത്സരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ വിമർശകൻ മുരളീധരനായിരുന്നു. മുരളീധരൻ അങ്ങനെ വിമർശിക്കാൻ കാര്യം, MLA-മാരെ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ നിർത്തുന്നത് ശരിയല്ല, അത് എതിർക്കപ്പെടേണ്ടതാണ് എന്നാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് ധാരാളം പ്രസംഗങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു. MLA-മാരെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുപ്പിച്ചാൽ പിന്നീട് വലിയ ധനനഷ്ടമുണ്ടാകും, അതാണ് ഇതാണ് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. എന്നിട്ട് ഇതാ ഒടുവിൽ MLA-ആയ താൻ തന്നെ മത്സരിക്കാൻ തീരുമാനിക്കുന്നതോടെ തൻ്റെ വാക്കുകൾ വിഴുങ്ങാനുള്ള മെയ്വഴക്കം പലപ്പോഴും സ്തുത്യർഹമാവണ്ണം കാണിച്ചിട്ടുള്ള മുരളീധരൻ അത് വിഴുങ്ങുകയും ചെയ്തു. ആരുമില്ലെങ്കിൽ താൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം രംഗത്ത് വന്നത്. തോൽക്കാൻ തയ്യാറായി തന്നെ വരുന്നു, കോൺഗ്രസിൻ്റെ രക്ഷകനായി അവതരിച്ചു. ഇതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കളി, അഥവാ കള്ളക്കളി. അന്യഥ വലിയ ശ്രദ്ധയൊന്നുമുള്ള ആളല്ല മുരളീധരൻ. ഇപ്പോൾ അദ്ദേഹം 9 തവണ മത്സരിച്ച വലിയ നേതാവ് തന്നെയാണ്. K. കരുണാകരൻ്റെ മകൻ എന്ന പ്രത്യേകതയൊക്കെയുണ്ട്. എന്നാലും കോൺഗ്രസിൽ അദ്ദേഹം ആരാണ്? ഒന്നുമായില്ല. ആ അർത്ഥത്തിൽ
MLA മാത്രമാണ്, മന്ത്രിയുമല്ല. അതേമാതിരി നേതൃത്വത്തിൽ KPCC പ്രസിഡന്റ് പോലെയുള്ള സ്ഥാനങ്ങളില്ല. ആ നിലയ്ക്ക് വരുമ്പോൾ ഒറ്റയടിക്ക് ആരുമില്ല കോൺഗ്രസിനെ രക്ഷിക്കാൻ, ആരുമില്ലേ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ന മട്ടിൽ മുന്നോട്ട് വരുന്നത് വഴി അദ്ദേഹം കോൺഗ്രസിന്റെ രക്ഷകനായി. ഇനിയൊരു ബാല്യം വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തിന് ഇല്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. 2 തവണ അടുപ്പിച്ച് ജയിച്ചു. മൂന്നാമതൊരു സാധ്യത അദ്ദേഹത്തിന് കുറവാണ്. ഉറച്ച മണ്ഡലമല്ല വട്ടിയൂർക്കാവ്. അതുകൊണ്ട് ഇനിയിപ്പോൾ വടകരയിൽ തോറ്റുപോയാലും അടുത്ത തവണ ഉറപ്പുള്ള ഒരു നിയോജക മണ്ഡലം, അസംബ്ലി നിയോജക മണ്ഡലം വാങ്ങിയെടുക്കാൻ ഈ സാഹചര്യം അദ്ദേഹത്തിന് ഉപയോഗിക്കാനും കഴിയും. ഏത് രീതിയിൽ നോക്കിയാലും മുരളിക്ക് ലാഭമാണ് ഈ കളിയിൽ. എങ്ങനെയാണെങ്കിലും 4 കാലിൽ വീഴുന്ന പൂച്ചയുടെ മെയ്വഴക്കം അദ്ദേഹം അതിമനോഹരമായി കൈകാര്യം ചെയ്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ വടകരയിൽ ഒരു സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്. പ്രചരണ രംഗത്ത് LDF മുന്നിലായി. കാരണം LDFന് ശേഷം 8-9 ദിവസങ്ങൾക്ക് ശേഷമാണ് മുരളീധരൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്, വടകരയിലേക്ക് പോകുന്നത്. അങ്ങനെ കുറെ പിന്നിലാണ് UDF എങ്കിൽ അതിലും എത്രയോ പിന്നിലാണ് BJP. ദേശാഭിമാനി ആ തെരഞ്ഞെടുപ്പിന്റെ പൊതുചിത്രം മുന്നോട്ട് വയ്ക്കുന്നു. കുതിക്കാൻ തയ്യാറെടുത്ത് എന്ന ശീർഷകത്തിൽ ദേശാഭിമാനിയുടെ ആ ലീഡ് വാർത്ത, ആ വാർത്തയുടെ വിശദാംശങ്ങൾ ദേശാഭിമാനി എപ്രകാരമാണ് LDF മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന കാര്യം പറയുന്നു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. LDFന്റെ കുതിപ്പിന്റെ ചിത്രം ദേശാഭിമാനി ഇങ്ങനെ തരുന്നു. 1-ാം പേജിലൂടെ ഒറ്റക്കെട്ടായ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് LDF കടന്നു. ഗ്രൂപ്പ് തർക്കവും സീറ്റിന് വേണ്ടിയുള്ള പിടിവലിയും മൂലം UDFലും LDAയിലും അസ്വസ്ഥത പുകയുന്നു. രാഷ്ട്രീയ വികസന വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് LDF പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലാണ് എന്നും ദേശാഭിമാനി പറയുന്നു. എപ്പോഴും അങ്ങനെ തന്നെയാണ്. തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം ആണ് ആദ്യം രംഗം അരങ്ങ് പിടിക്കുക എന്ന യാഥാർത്ഥ്യം നാം പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ദേശാഭിമാനി ഇന്ന് 1-ാം പുറത്ത് BJPയുടെ സീറ്റ് വിഭജനത്തെക്കുറിച്ച് രസകരമായ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. കാണുക, BJPയിൽ ഇപ്പോഴും സീറ്റ് വിഭജനമായില്ല. ഇന്നേ അത് നടക്കൂ. അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. സംസ്ഥാന സീറ്റ് വിഭജന ചർച്ചയിൽ കുഴഞ്ഞ് BJP പത്തനംതിട്ടയും അൽഫോൺസ് കണ്ണന്താനവും വഴിമുടക്കിയ സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള കേന്ദ്രത്തിന് സമർപ്പിച്ചത്. ശ്രീധരൻപിള്ളയ്ക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രനും കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന് നോട്ടമുള്ളതാണ് പത്തനംതിട്ട. സംസ്ഥാന പ്രസിഡന്റ് എന്ന മുൻതൂക്കം ശ്രീധരൻപിള്ളയ്ക്ക് നൽകിയതോടെയാണ് സുരേന്ദ്രൻ ഇടഞ്ഞത്. NSSന്റെ പിന്തുണ ശ്രീധരൻപിള്ള അവകാശപ്പെടുന്നുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന്റെ നോമിനിയായ കണ്ണന്താനം ന്യൂനപക്ഷ എന്ന കാർഡ് ഇറക്കിയാണ് കളിക്കുന്നത്. ഏതായാലും PS ശ്രീധരൻപിള്ളയുടെ അവകാശവാദത്തിന്റെ സവിശേഷത നായർ വിഭാഗത്തിന്റെ പിന്തുണയുണ്ട് പത്തനംതിട്ടയിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീധരൻപിള്ള എന്ന നായർക്ക് സുകുമാരൻ നായർ എന്ന മറ്റൊരു നായർ പിന്തുണയായി വന്നിട്ടുണ്ട്. അത് ഒരളവോളം ശരിയുമാണ്. എന്നാൽ അൽഫോൺസ് കണ്ണന്താനം പറയുന്നു തൻ്റെ മണ്ഡലമായ, അദ്ദേഹം MLA ആയിരുന്നു ഇടതുപക്ഷത്തിന്റെ, അപ്പോൾ തൻ്റെ മണ്ഡലമായ കാഞ്ഞിരപ്പള്ളി ഈ പാർലമെന്റ് മണ്ഡലത്തിനുള്ളിലാണ്. അങ്ങനെ പരിചയവും ബന്ധങ്ങളും എനിക്കവിടെയുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം കളക്ടറായിരുന്നത് ഈ പത്തനംതിട്ട ജില്ലയിലാണ്. അത് രണ്ടാമത്തെ ഒരു കാര്യം. പിന്നെ അദ്ദേഹവും ഭാര്യയും പ്രതിദാനം ചെയ്യുന്ന വ്യത്യസ്ത ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണ കൂടി ലഭിക്കും എന്നും അദ്ദേഹം പറയും. എന്നാൽ സുരേന്ദ്രൻ ഒറ്റ പോയിന്റ് മാത്രമേ മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. പണ്ട് ഇരുമുടി കെട്ടുമെടുത്ത് കണ്ണുമിഴിച്ച് അദ്ദേഹം നിന്നത് ഓർമ്മയുണ്ടോ? അങ്ങനെ ഇരുമുടി കെട്ടുമെടുത്ത് ഏന്തി വലിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ അത് കൈയൊഴിഞ്ഞ് നിന്ന സുരേന്ദ്രനെ ഓർക്കാമല്ലോ. അതുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഏക അവകാശവാദം. അത് ഒരു അവകാശവാദമാണോ എന്നൊന്നും ചോദിക്കരുത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് മാത്രമാണ് സുരേന്ദ്രനെ മുന്നോട്ട് വയ്ക്കാനായി ഉള്ളത്. കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കാതെ BJP അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയ യോഗം ഇന്നലെ രാത്രിയിൽ തുടങ്ങിയിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ച യോഗം. ആ വാർത്ത ദീപിക 1-ാം പുറത്ത് വരുന്നു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്നലെ രാത്രി ആരംഭിച്ചു. ഏതായാലും അമിത്ഷായാണ് മുൻകൈയെടുത്ത് തീരുമാനിക്കാൻ പോകുന്നത്. അവിടെ സുരേന്ദ്രന് ഒരു മുൻകൈ കിട്ടുമെന്ന് BJP-കാർ കേരളത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ BJP-യുടെ സ്ഥിതി അത്യന്തം ദയനീയമാണ് എന്ന് പറയുന്നത് RSS തന്നെയാണ്, അല്ലാതെ പ്രതിയോഗികളൊന്നുമല്ല. അതുകൊണ്ട് RSS-നെയാണ് കൂടുതൽ ചുമതല ഇത്തവണ ഏൽപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര നേതൃത്വം. അവർ പറയുന്നു, ഗ്രൂപ്പ് വഴക്കുകളിൽ താളം തെറ്റി നിൽക്കുന്ന BJP-യുടെ സ്ഥിതി കേരളത്തിൽ ദയനീയം. BJP-യിലെ ഗ്രൂപ്പ് തർക്കമാണ് ഈ ദൈന്യാവസ്ഥയ്ക്ക് കാരണം. BJP-യിലെ ഗ്രൂപ്പ് തർക്കത്തിൽ സഹികെട്ട് RSS. സിറാജ് എന്ന പത്രം അതിൻ്റെ അവസാനം പുറത്ത് വാർത്ത തരുന്നത് കാണുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് BJP-യിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് തർക്കങ്ങൾക്കെതിരെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി സംസ്ഥാന RSS നേതൃത്വം. ശബരിമല പ്രശ്നം ഉൾപ്പെടെ നിരവധി അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും അത് വോട്ടാക്കി മാറ്റാൻ പ്രചാരണം നടത്താതെ നേതാക്കൾ തന്നെ ഗ്രൂപ്പിസ്റ്റിന് നേതൃത്വം നൽകുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായേക്കുമെന്ന് മുന്നറിയിപ്പ്. ഓരോ നേതാവും ആ നേതാവിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അത് പണസമ്പാദനത്തിൻ്റെ കാര്യമാണെങ്കിലും ചില പദവി സമ്പാദനത്തിൻ്റെ കാര്യമാണെങ്കിലും അതിനപ്പുറം വലിയ താല്പര്യങ്ങളൊന്നുമില്ല. RSS അത് പറയേണ്ടി വരുന്നത്, നിവർത്തികെട്ടത് പറയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഈ വാർത്തയിൽ നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ ദയനീയമാണ് BJP-യുടെ സ്ഥിതി എന്ന് RSS-കാർ സമ്മതിക്കുന്നിടത്തോളം കാര്യങ്ങൾ അവിടെ എത്തിയിരിക്കുന്നു. ആയാറാം ഗയാറാം എന്ന നിലയ്ക്ക് ഒരു പ്രയോഗം നാം മുമ്പ് കേട്ടിരുന്നു. കോൺഗ്രസിനുള്ളിൽ ആൾക്കാർ പോകുന്നതും വരുന്നതുമൊക്കെയാണ് അത്തരമൊരു പ്രയോഗം രൂപം കൊള്ളുന്നതിന് കാരണം. ഇപ്പോഴും ഉണ്ടായി ഒരു ഗയാറാം. കോൺഗ്രസും BJP-യും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുമാറി കളിക്കാവുന്ന ഒരു പാർട്ടികളായി മാറിയിട്ടുണ്ട്. ഇവിടുന്ന് പോയാൽ അവിടെ, അവിടുന്ന് പോയാൽ ഇവിടെ. കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത ധാരാളം സാമ്യങ്ങളുള്ള ജനവിരുദ്ധ പാർട്ടികളാണോ അവ? നോക്കുക, ഇന്ന് ഒരു വാർത്ത. മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവ് പാർട്ടി വിട്ടു BJP-യിലേക്കെന്ന് സൂചന. മകൻ BJP-യിൽ ചേർന്ന് ദിവസങ്ങൾക്കിടെ മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവ് രാധാകൃഷ്ണ വിഖെ പാട്ടീൽ കോൺഗ്രസ് വിട്ടു BJP-യിൽ ചേർന്നേക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് ഒരാൾ പോകുമ്പോൾ ത്രിപുരയിൽ BJP വിട്ട് BJP ഉപാധ്യക്ഷൻ കോൺഗ്രസിൽ ചേർന്ന വാർത്തയും നമുക്ക് സിറാജ് തരുന്നു. പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ചാഞ്ചാട്ടം തുടരുന്നു. ത്രിപുരയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നൽകി പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കാൻ ചുക്കാൻ പിടിച്ചയാളുമായ സുബാൽ ഭൗമിക്ക് രാജിവെച്ചു. അദ്ദേഹം നേരെ കോൺഗ്രസിലേക്ക് ചേർന്നു. ഇദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, അവിടെ നിന്നാണ് BJP-കാരനായത്. അങ്ങനെ BJP-കാരൻ വീണ്ടും BJP-കാരനായി മാറി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇന്ന് സിറാജ് എന്ന പത്രം അതിൻ്റെ ആദ്യ സചിത്ര വാർത്തയായി തരുന്നത് ന്യൂസിലൻഡ് പാർലമെന്റിലെ ഒരു വാർത്തയാണ്. ന്യൂസിലൻഡിൽ നടന്ന ഭീകരവാദ ആക്രമണം, 50 പേർ കൊല്ലപ്പെട്ട ആക്രമണം. അതിലൊരു മലയാളി സ്ത്രീയുമുണ്ട്. 2 മുസ്ലിം പള്ളികളിൽ കയറി തീവ്രവാദികളായ വലതുപക്ഷ ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ് വെടിവെച്ചത് എന്ന് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ കൊല്ലപ്പെട്ടവർക്കായി മനമുരുകി പ്രാർത്ഥിച്ച് ന്യൂസിലൻഡ് പാർലമെന്റ്. അങ്ങനെ ഒരു വാർത്തയാണ്, സാധാരണ പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത. ആ വാർത്ത ഇങ്ങനെയാണ് സിറാജ് തരുന്നത്, കാണുക. ക്രൈസ്റ്റ് ചർച്ചിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കെത്തിയപ്പോൾ നിഷ്ഠൂരനായ അക്രമിയുടെ തോക്കിനിരയായി മരണം വരിച്ചവർക്ക് വേണ്ടി അവർ മനമുരുകി പ്രാർത്ഥിച്ചു. നാഥ, രക്തസാക്ഷിത്വം നൽകണമേ, സ്വർഗത്തിൽ അവർക്ക് ഉന്നത സ്ഥാനങ്ങൾ നൽകണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു. പാർലമെന്റ് തന്നെ ഒന്നടങ്കം പ്രാർത്ഥിച്ചു. ആ നിലയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയുമായി ഒരു താരതമ്യം ഇക്കാര്യത്തിൽ ചെയ്യാവുന്നതാണ്. നമുക്കറിയാവുന്നത് മാതിരി നരേന്ദ്രമോദി പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം 40 പട്ടാളക്കാർ വധിക്കപ്പെട്ട ആ ആക്രമണത്തിന് ശേഷം പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാനാണ് സമയം കണ്ടെത്തിയത്. അദ്ദേഹം അക്കാര്യത്തെ മുൻനിർത്തി ജനങ്ങളോടൊന്നും ആ ദിവസം പറഞ്ഞില്ല. ആകെ ചെയ്തത് ഒരു ട്വിറ്റർ ചെയ്യുക മാത്രം, ഒരു ട്വിറ്റർ ഇടുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ന്യൂസിലാൻഡ് ഭീകരാക്രമണത്തിന് ശേഷം അവിടെയും പ്രധാനമന്ത്രി ഒരു സ്ത്രീയാണ്, 38 വയസ്സുള്ള സ്ത്രീ ജസീന്ത. അവര് എന്താണ് അവിടെ ഭീകരാക്രമണം നടന്നതിന് ശേഷം ചെയ്തത്?
ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രായം കുറഞ്ഞ വനിതാ നേതാവ്, അവർ പെട്ടെന്ന് തന്നെ ചെയ്തത് അവർ പറഞ്ഞു, ഈ രാഷ്ട്രം ന്യൂസിലൻഡ് എല്ലാവരുടെയും വീടാണ്. ദയയും കരുണയും കാട്ടുക എന്നതാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ മൂല്യങ്ങൾ പങ്കിടുന്നവരുടെ നാടാണിത് എന്ന് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ അവർ പ്രസംഗിക്കുകയാണ് ചെയ്തത്. 2 തവണ അവർ ആ ദിവസം തന്നെ 2 തവണ അവർ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന് സംസാരിച്ചു, പത്രക്കാരുമായി സംസാരിച്ചു. ഇന്ത്യ, പാകിസ്ഥാൻ, മലേഷ്യ, ഇന്തോനേഷ്യ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ഇടങ്ങളിലെ മുസ്ലിങ്ങളൊക്കെ വന്ന് അവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി അവർ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എല്ലാവരും ചേർന്നതാണ് ഈ രാജ്യം എന്ന് ജസീന്ത പറയുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അപകടങ്ങൾ നടക്കുമ്പോൾ എന്താണ് ചെയ്തത് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. സത്യത്തിൽ 2 പ്രധാനമന്ത്രിമാർ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ഇത് പറയുന്നു. 20 വർഷം പണിയെടുത്ത് പോളിയോയ്ക്ക് വിട പറയുന്നു കേരളം. ആ നല്ല വാർത്ത കേരള കൗമുദി 1-ാം പേജിൽ തരുന്നു. പോളിയോയ്ക്ക് പൂർണ്ണ വിരാമമിട്ടു കേരളം. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. കേരള കൗമുദി ആ ജനകീയ വിജയത്തിന്റെ വാർത്ത 1-ാം പേജിൽ ആദ്യ വാർത്തയായി തരുന്നു. വിട പോളിയോ, എന്നേക്കും വിട. കേരളത്തിൽ ഇനി തുള്ളിമരുന്ന് വിതരണമില്ല. 2.5 പതിറ്റാണ്ട് നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിൽ പോളിയോ രോഗങ്ങൾക്ക് പൂർണ്ണമായും സംസ്ഥാനത്ത് നിന്ന് തുടച്ചു നീക്കി. 20 വർഷത്തിനിടെ രോഗലക്ഷണങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതോടെ പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്ത് അവസാനിപ്പിക്കാൻ ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചു എന്ന നല്ല വാർത്ത കേരള കൗമുദി 1-ാം പേജിൽ നമുക്ക് തരുന്നു. അതേ പേജിൽ തന്നെ കേരള കൗമുദി മറ്റൊരു ദുരന്ത വാർത്ത കൂടി തരുന്നു. 14-കാരിയെ ഗുണ്ടാ സംഘം വീട് കയറി തട്ടിക്കൊണ്ടുപോയി. ഉത്തരേന്ത്യയിലും ഒന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഓച്ചിറയിലാണ് നടന്നത്. നടക്കില്ല എന്ന് നാം പ്രതീക്ഷിച്ച കാര്യം. രാജസ്ഥാൻ സ്വദേശിയായ 14-കാരിയെ ഗുണ്ടാ സംഘം രാത്രി വീട്ടിൽ കയറി തട്ടിക്കൊണ്ടുപോയി. എതിർക്കാൻ ശ്രമിച്ച പിതാവിന് മർദ്ദനത്തിൽ കൈക്കും വാരിയലിനും പരിക്കേറ്റു. തട്ടിക്കൊണ്ടുപോയ സംഘത്തിലുണ്ടായിരുന്ന വലിയകുളങ്ങര സ്വദേശി വിപിൻ പോലീസ് കസ്റ്റഡിയിലായി. ഇതിനു മുമ്പും ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നിട്ടുണ്ട്. അത് പരാജയപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട്. പകലാണ് തട്ടിക്കൊണ്ടുപോയത്. ഒരു കാറിൽ വന്ന 4-5 സംഘത്തിലെ ആളുകൾ. പ്രതി മുഹമ്മദ് റോഷൻ പ്രാദേശിക CPI നേതാവിൻ്റെ മകനാണ് എന്നുകൂടി ഈ വാർത്തയെ സംബന്ധിച്ച് പത്രങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. ഇന്ന് മംഗളത്തിന്റെ പൊതുവൃത്താന്തം പേജ് തരുന്ന വാർത്ത പിരിച്ചുവിട്ട 3861 പാനലുകാരെ ഒറ്റയടിക്ക് തിരിച്ചെടുത്തു എന്നതാണ്. വസ്തുതയാണെങ്കിൽ ശരിയാണെങ്കിൽ ഒരു വലിയ നല്ല വാർത്തയാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു ആണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് പരാതിയും വന്നിട്ടുണ്ട്. മംഗളത്തിൽ മാത്രമാണ് ആ നല്ല വാർത്ത നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ജി അരുൺ മംഗളത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നു, കാണുക. ഹൈക്കോടതി വിധിയെ തുടർന്ന് പിരിച്ചുവിട്ട 3861 പാനൽ കണ്ടക്ടർമാരെയും KSRTC ഒറ്റയടിക്ക് തിരിച്ചെടുത്തു. സർക്കാർ നടപടി ഹൈക്കോടതി വിധിക്ക് എതിരും മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനവുമെന്ന് ചൂണ്ടിക്കാട്ടി KSRTCയിലെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് വെൽഫെയർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സ്ഥിരം നിയമനം PSC പട്ടികയിൽ നിന്നാകണമെന്നും താൽക്കാലിക നിയമനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയാകണമെന്നും എന്ന വ്യവസ്ഥയും കാറ്റിൽ പറത്തിയെന്ന ആക്ഷേപം. സ്ഥിരം ജീവനക്കാർ അവധിയെടുക്കുന്ന ഒഴിവിൽ പാനലുകാരെ നിയമിക്കാമെന്ന ധാരണയുടെ മറവിലാണ് ഇപ്പോൾ എല്ലാവരെയും തിരിച്ചെടുത്തത്. എന്തിനാണ് മറവ്? അതിനുള്ള അർഹത അവർക്കുണ്ട്. 5-10 വർഷം പണിയെടുത്തവരാണ്. തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ. ഇന്ന് മാധ്യമം എന്ന പത്രം ഇന്ന് ഗൗരവതരമായൊരു മുഖപ്രസംഗം തന്നിരിക്കുന്നു. ഇന്ത്യയിൽ 15% വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താണത്രേ. എന്തൊരു വൈജാത്യമാണത്, എന്തൊരു വൈപരീത്യമാണത്. ജനാധിപത്യത്തിൻ്റെ അടിവേരിറക്കുന്ന നടപടിയായി ഇതിനെ കാണുന്നു മാധ്യമം. കാണുക. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങുകയും രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി പേര് പ്രഖ്യാപിക്കാൻ കൂട്ടുകെട്ടുകളിലേക്ക് ഏർപ്പെടാനുള്ള അവസാന ശ്രമങ്ങളിൽ മുഴുകുകയും ചെയ്തുകൊണ്ടിരിക്കെ വലിയൊരു വിഭാഗത്തിൻ്റെ സമ്മതിദാനാവകാശം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ബോധപൂർവമോ അല്ലാതെയോ സൃഷ്ടിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് അവകാശപ്പെടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഓരോ പൗരനും സ്വതന്ത്രമായി തൻ്റെ വോട്ടവകാശം വിനിയോഗിക്കാൻ അവസരം ലഭിക്കുമ്പോഴേ
ജനാധിപത്യം അർത്ഥപൂർണമാകൂ. രാജ്യത്തെ മൊത്തം വോട്ടർമാരിൽ 15% ഇലക്ഷൻ പ്രക്രിയയ്ക്ക് പുറത്താണ് എന്ന പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ 15%-ൽ 3 കോടിയും മുസ്ലിങ്ങളാണ്. 20 കോടി ദളിത് വോട്ടർമാരിൽ 4 കോടി സമ്മതിദാനാവകാശം പട്ടികയ്ക്ക് പുറത്താണ്. ജനസംഖ്യയുടെ പകുതി വരുന്ന വനിതകളിൽ 2.1 കോടിക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഹൈദരാബാദിലെ റേ ലാബ്സ് നടത്തിയ ശാസ്ത്രീയ പഠനത്തിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. തീവ്ര വലതുപക്ഷ സമഗ്രാധിപത്യത്തിലേക്കുള്ള കുതിച്ചുപോക്കിന് തടയിടണമെന്ന് യഥാർത്ഥ രാജ്യസ്നേഹികൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന പ്രവണതകളെ ഒറ്റക്കെട്ടായി ചെറുത്ത് തോൽപ്പിച്ചേ മതിയാവും. ഇന്ത്യൻ പൗരന്മാരുടെ എല്ലാം പേരുകൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനും വോട്ടവകാശം നിർഭയമായും സ്വതന്ത്രമായും ഉപയോഗിക്കാവുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാനും കള്ളപ്പണം ഒഴുക്കി ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യുന്നതിനെതിരെ ജാഗരൂകരാവാനും ഏറെ വൈകിയാണെങ്കിലും നന്മേച്ഛുക്കൾ രംഗത്തിറങ്ങേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം പ്രധാനമാണ് ആയാറാം ഗയാറാമാരെ മൂലക്കിരുത്തുക എന്ന് ഈ മാധ്യമ മുഖപ്രസംഗം നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. കേരളത്തിന് ആദ്യമായി ഒരു വനിതാ ബറ്റാലിയൻ ഉണ്ട് ഇപ്പോൾ. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം മേനംകുളം വനിതാ പോലീസ് ബറ്റാലിയന്റെ ആസ്ഥാനമാണ്. അവിടെ ലാത്തി ചാർജിൽ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വനിതാ പോലീസിന്റെ ദൃശ്യം എങ്ങനെ അടിക്കണം എന്ന് പഠിപ്പിക്കുന്ന ദൃശ്യം മെട്രോ മനോരമ ഒന്നാം പേജ് ചിത്രമായി നമുക്ക് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടും വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.